നമസ്തേ. തിരുവനന്തപുരത്ത് ചെങ്കലിലുള്ള ശിവപാർവതി ക്ഷേത്രത്തിലാണ്. വളരെ മനോഹരമായ ക്ഷേത്രം, അതുപോലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ക്ഷേത്രം. തിരുവനന്തപുരത്ത് എത്തുന്നവർ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം കാണണം. അതിമനോഹരമായ ക്ഷേത്രമാണ്. ഈ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ കടന്ന് നമുക്ക് ദർശനം നടത്താനും വളരെയധികം അറിവ് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പൂജാദ്രവ്യങ്ങളുമായിട്ട് ആ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ശിവലിംഗത്തിൽ നമുക്ക് നേരിട്ട് പൂജ ചെയ്യാൻ പറ്റും. വളരെയധികം അനുഭവം നിങ്ങൾക്കുണ്ടാവുന്ന, വളരെയധികം നിങ്ങളുടെ മാനസികമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ കഴിയുന്ന, വളരെയധികം സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്താൻ കഴിയുന്ന മനോഹരമായ ക്ഷേത്രമാണിത്. സമയം കിട്ടുന്നവർ തീർച്ചയായും ഇവിടെ വന്ന് ദർശനം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെ ഓരോരുത്തരെയും മഹാദേവൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കലിലാണ് ഈ അത്ഭുത ക്ഷേത്രം. ശിവപാർവതി വിഗ്രഹ പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രങ്ങൾ വിരളമാണ്. അതിവിശാലമായ ആനക്കൊട്ടിലിൽ മഹാദേവനെയും പാർവതീദേവിയെയും നോക്കിയിരുന്ന നന്ദികേശനെയാണ് കുറച്ചു മുമ്പ് നമ്മൾ കണ്ടത്. ഇത് മഹാശിവലിംഗം. മഹാത്മാക്കൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ കർമ്മ പദ്ധതിയും എഴുതപ്പെട്ടിരിക്കും. ശ്രീ മഹേശ്വരാനന്ദ സ്വാമിജിയുടെ കർമ്മ പദ്ധതിക്ക് സ്വപ്നത്തിലൂടെ മഹാദേവൻ ഗതി നിർണയിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം നിർമ്മിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിനായി മഹാദേവൻ ഒരുക്കിയ കർമ്മ പദ്ധതി. ശിവലിംഗത്തിൻ്റെ മഹത്വം പ്രപഞ്ചരഹസ്യങ്ങളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോകാനും ബ്രഹ്മജ്ഞാനം പകർന്നു നൽകാനും മഹാലിംഗത്തിനുള്ളിലെ ജ്ഞാനത്തിൻ്റെ അമൃത് ഭക്തർ ആവോളം നുകരാനും ഈ മഹാലിംഗം കാരണമാകുന്നു, ഈ മഹാക്ഷേത്രം കാരണമാകുന്നു. അനേകം ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളുണ്ടെങ്കിലും 111.2 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ആകർഷണം. അതിവിശാലവും മനോഹരവുമായ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്ന മാത്രയിൽ തന്നെ മഹാദേവന്റെ അനുഗ്രഹവർഷം നമുക്കുമേൽ ആവരണമാവുകയും നാം മറ്റൊരു ലോകത്തിലേക്ക് ഉയരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. ഓരോ മനുഷ്യനിലും ഈശ്വരൻ കുടികൊള്ളും.
ആ ഈശ്വരനെ കണ്ടെത്താനുള്ള മാർഗമാണ് മഹേശ്വരാനന്ദ സ്വാമിജി നമുക്ക് കാട്ടിത്തരുന്നത്. സർവവും നിലകൊള്ളുന്നത് തത്വങ്ങളിലാണ്. തത്വങ്ങൾ ബ്രഹ്മരഹസ്യവുമായി ഇഴചേർന്ന് നിലകൊള്ളുന്നു. ബ്രഹ്മത്തിലേക്കുള്ള യാത്രയ്ക്ക് നാം നമ്മളെ തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായുള്ള പ്രധാന കവാടമാണ് ഈ മനോഹര ക്ഷേത്രവും ഇവിടുത്തെ മഹാശിവലിംഗവും. മനോഹരമായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ്. മഹാശിവലിംഗത്തിനുള്ളിൽ 7 നിലകളുണ്ട്. പ്രവേശന കവാടത്തിനരികിലെ ശിവലിംഗത്തിൽ നമുക്ക് നേരിട്ട് അഭിഷേകം ചെയ്യാം, പൂജ ചെയ്യാം. സത്യത്തിൽ ആ നിമിഷം മുതൽ നമ്മളെ നിയന്ത്രിക്കുന്നത് മഹാലിംഗത്തിനുള്ളിലെ 108 ശിവലിംഗങ്ങളാണ്. പിന്നീടുള്ള യാത്രയെക്കുറിച്ച് വിവരിക്കാനാവില്ല. അനുഭവിച്ചറിയുക തന്നെ വേണം. മനുഷ്യനും ദൈവവും ഒന്നാകുന്ന അത്ഭുതം. ഈ ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത അനുഭവമാകും. ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം. 111.2 അടി ഉയരമാണ് ഉള്ളത്. തീർച്ചയായും ഈ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്താൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തണം. നല്ലവരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വ നന്മകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്തേ, വണക്കം.
അതിമനോഹരമായ നിർമ്മിതിയാണ്.